ഇതാണ് കുവൈറ്റ് സിറ്റിയിൽ പുതിയതായി പണിഞ്ഞ നടപ്പാലം. നേരത്തെ റോഡ് ക്രോസ് ചെയ്ത് വേണമായിരുന്നു ക്രിസ്ത്യൻ പള്ളിയിലും ബീച്ചിലുമൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപകടങ്ങൾ വർദ്ധിപ്പിച്ചപ്പോൾ പുതിയ പാലം പണിഞ്ഞതാണ്. ഇപ്പോൾ ഈ പാലത്തിൻ്റെ ഇരു സൈഡുകളിലും തിരക്കുണ്ടാക്കിയിട്ട് പോക്കറ്റടിക്കുന്ന പരിപാടിയാണ് നടക്കുന്നത്. പാലം കയറി ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ മലയാളികളെ കൂടുതലായി കാണാൻ പറ്റുന്നത് ഇവിടെയാണ്. ഇവിടെ മലയാളികളുടെ സൂപ്പർ മാർക്കറ്റും ഒട്ടേറെ സ്വർണ്ണക്കടകളുമൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. കുവൈറ്റിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ളവർ വന്നിറങ്ങുന്ന ബസ് സ്റ്റോപ്പ് ഇവിടെയാണ്. KPTC, സിറ്റി ബസ്, മവാസാത്ത്. കുവൈറ്റിൻ്റെ ഏതു ഭാഗത്ത് പോകണമെങ്കിലും 250 പിൽസേ ഉള്ളൂ. ഡബിൾ ഡെക്ക് ബസ് സീറ്റിൽ പോവുകയാണെങ്കിൽ 300 പിൽസുമാണ്. കുവൈറ്റിൻ്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് കുവൈറ്റ് സിറ്റി. കുവൈറ്റിൻ്റെ സേബ് കൊട്ടാരം, സർക്കാർ ഓഫീസുകൾ, കോർപ്പറേഷനുകളുടെയും ബാങ്കുകളുടെയും ആസ്ഥാനം ഇവിടെയാണ്. അൽ ഹമ്ര ടവർ, കുവൈറ്റ് ടവേഴ്സ്, ലിബറേഷൻ ടവർ, സൂഖിൽ മുബാറക്കിയ, അൽ ഷഹീദ് പാർക്ക്, സൂഖ് ഷെർഖ്, നിരവധി ഹോട്ടലുകൾ എല്ലാം സിറ്റിക്കടുത്ത് തന്നെയാണ്. ഈ സമയമായതുകൊണ്ടാണ് വലിയ തിരക്ക് അനുഭവപ്പെടാത്തത്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. ഇപ്പോൾ ഇവിടെ ഫോട്ടോസ് എടുക്കലും റീൽസ് എടുക്കലുമാണ് നടക്കുന്നത്. മാലിയിൽ അധികം നേരം സ്പെൻഡ് ചെയ്യാതെ ഞങ്ങൾ നേരെ മുർഗാവിലേക്ക് പോരുകയാണ്. മുർഗാവിലേക്കുള്ള നടത്തത്തിലാണ്. കണ്ടില്ലേ, ഭീമമായ ബിൽഡിങ്ങുകളും കാര്യങ്ങളും. ഇവിടെ റെൻറ്റിന് സൈക്കിൾ കിട്ടും കേട്ടോ. ഈ സൈക്കിൾ നമ്മൾ കണക്ട് വെച്ച് ഫ്ലൈ എന്നും പറഞ്ഞാണ് കേട്ടോ. ഇത് കാർഡ് കണക്ട് ചെയ്ത് നമുക്ക് 1 മണിക്കൂറത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ് ഇവിടുത്തെ. ഇവിടെ നിന്നൊക്കെ ഒട്ടുമിക്ക ഷോപ്പുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. സിറ്റിയുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് പഴയ ബിൽഡിങ്ങുകളൊക്കെ ഒഴിവാക്കി പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സൂക്ക് മുബാറക്കിലും കെയ്ലാൻഡിലും പോകണം. നമ്മുടെ കൂടെ ഒരാളൂടെ ചേരുന്നതാണ്. നടത്തത്തിനല്പം വിശ്രമം കൊടുക്കാമെന്ന് കരുതി.